എന്തായിരുന്നു ആ ഡൗട്ട്? ഗീതു? ഓ ശരി, ഗീതു വരണേ ഉള്ളൂ. ഗീതുവിന്റെ ഗ്രൂപ്പുകാരാണ് ഞാൻ ചോദിക്കണ്ടായിരുന്നെ. ഗീതു എന്തോ ലാസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പില് ഡൗട്ട് ഉണ്ടോ എന്തോ പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? അത് ആ എക്സാമ്പിൾ ഉണ്ടായിരുന്നില്ലേ മാം, എഫ് ഈക്വൽ ടു ക്യൂ പറഞ്ഞിട്ട്. ലെറ്റ് എഫ് ഈക്വൽ ടു ക്യൂ ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു സ്ക്വയർ പ്ലസ് എന്നിട്ട് അപ്പോൾ ക്യൂ ഓഫ് എക്സ് ഒരു ഫാക്ടറാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളതിനെ ആ ഇക്വേഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സംഭവമില്ല മാം, മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒരു മിനിറ്റ് കേട്ടോ. ആ പറഞ്ഞോളൂ, എന്താ പറഞ്ഞ ഗീതു? നമ്മൾ എഫ് ഈക്വൽ ടു ക്യൂ പറഞ്ഞിട്ട് ഇത് ഈ പ്രോബ്ലം ഇപ്പൊ ഞാൻ കാണിക്കുന്നതല്ലേ? f is equal to q, let f of x is equal to x raised to 4 minus 5x square plus 6. Then the factors in x square minus 2, x square minus 3. അതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതല്ലേ? അതിലെന്താ ഡൗട്ട്? അതിൽ മാം നമ്മൾ ആ രണ്ട് ഫാക്ടേഴ്സും ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണെന്ന് വരെ മനസ്സിലായി മാം. ബാക്കി ഒന്ന് പറഞ്ഞുതരും മാം. ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണെന്ന് ഈ എക്സ് സ്ക്വയർ മൈനസ് കുറച്ച് ഉറക്കെ പറയൂ ഗീതു, എനിക്ക് കേൾക്കണില്ല ഇങ്ങോട്ട്. ആണോ മാം? അതിലത്തെ ഈ രണ്ട് ഫാക്ടേഴ്സും ക്യൂവിൽ ഇറഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല മാം. അതിനുശേഷം ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ എക്സ് റേസ് ടു 4 മൈനസ് 5x സ്ക്വയർ പ്ലസ് 6 എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഡ്യൂസിബിൾ എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ആക്ച്വലി ഇറഡ്യൂസിബിൾ ഇൻ ക്യൂ. ഇറഡ്യൂസിബിൾ ആണ് ക്യൂല്, കാരണം ഇതിന്റെ സീറോസ് ഒന്നും തന്നെ ക്യൂല് വരുന്നില്ല. പക്ഷെ നമുക്ക് ഇതിനെ രണ്ട് ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ടോട്ടൽ ഇക്വേഷന്റെ റൂട്ട്സ് നമുക്ക് ക്യൂവിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ആക്ച്വലി ദിസ് പോളിനോമിയൽ ഇസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ ക്യൂ ഇറ്റ് സെൽഫ്. പക്ഷെ ഇതിനെ നമുക്ക് ഡിഗ്രി 4 കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റില്ല. ഇതിനെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം, വിച്ച് ആർ ഇൻ ഡിഗ്രി 2. അപ്പോ ഇത് രണ്ടും ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ഓവർ ക്യൂ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, പക്ഷെ ആക്ച്വലി ഇതിന് എന്തില്ല? ക്യാപിറ്റൽ ക്യൂല് സീറോസ് ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടാവണം. ഏതിന്? ക്യൂവിലാണ് ഇത് ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ക്യൂവിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് സച്ച് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ദ സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പൊ ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിനെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. എക്സ് സ്ക്വയർ മൈനസ് 2ഉം എക്സ് സ്ക്വയർ മൈനസ് 3യും. അപ്പൊ ഈ എക്സ് സ്ക്വയർ മൈനസ് 2വിന്റെ റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡും എക്സ് ക്യൂബ് മൈനസ് 3നെ കണ്ടെയ്ൻ ചെയ്യുന്ന റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ തൊട്ടു മുൻപത്തെ തിയറം നമ്മളോട് പറയുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്നിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ റൂട്ട്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും, വിച്ച് ഇസ് എ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ. നമ്മളുടെ ഞാൻ ടവർ എന്തായിരുന്നു, ഫീൽഡ് ഓഫ് ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡയഗ്രാം കാണിച്ചിട്ടില്ല. അവിടെ നമ്മൾ നോക്കിയിരുന്നു എഫിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും രണ്ടിന്റെയും കൂടിയുള്ള കോമൺ എക്സ്റ്റൻഷൻ ഫീൽഡ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ എക്സ് കോമ വൈ എന്ന് പറയുന്നത്
ആക്ച്വലി എല്ലാ റൂട്ട്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ തന്നെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. കാരണം ഇതിന്റെ റൂട്ട്സ് പ്ലസ് ഓർ മൈനസ് 2 ആണ്, വിച്ച് ആർ നോട്ട് റാഷണൽ. അപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ബൈ ദ എബവ് തിയറം വി ക്യാൻ കൺസ്ട്രക്റ്റീവ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ കണ്ടെയ്നിങ് ദ സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. ആൽഫയാണ് ഇതിന്റെ സീറോസ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടു മുൻപത്തെ തിയറപ്രകാരം വി ക്യാൻ construct an extension field of Q containing the zeros plus or minus root 2. അതൊന്ന് കിട്ടി. ഇനി എക്സ് സ്ക്വയർ മൈനസ് 3, എക്സ് സ്ക്വയർ മൈനസ് 3ന്റെ റൂട്ട്സ് പ്ലസ് ഓർ മൈനസ് 3 ആണ് അല്ലെ, റൂട്ട് 3 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 ആണ്. അപ്പോ പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്? ഇറാഷണൽ ആണ്. therefore this polynomial is also irreducible over Q. Again by the above theorem. ഈ ബൈ ദ എബവ് തിയറം എന്ന് പറയുമ്പോൾ ഏതാണ്? ക്രോണിക്കേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിന്റെ സീറോസ്, ദാറ്റ് മീൻസ് പ്ലസ് ഓർ മൈനസ് സീറോസ് ബീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബീറ്റനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ ദ ഫീൽഡ് ക്യൂ. അപ്പൊ എന്താ ശരിക്കും? ആൽഫ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 3. അപ്പൊ റൂട്ട് 2നെ കണ്ടെയ്ൻ ചെയ്യുന്നതും റൂട്ട് 3നെ കണ്ടെയ്ൻ ചെയ്യുന്നതുമായിട്ടുള്ള എക്സ്റ്റൻഷൻ ഫീൽഡുകളാണ് ഇ ആൻഡ് കെ റെസ്പെക്റ്റീവ്ലി. ക്ലിയർ ആണോ? റൂട്ട് 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന പറഞ്ഞാൽ റൂട്ട് 2ഉം അതേമാതിരി മൈനസ് 1 ഇൻറ്റു റൂട്ട് 2നെയും കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ പ്ലസ് ഓർ മൈനസ് റൂട്ട് 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 2നെ കണ്ടെയ്ൻ ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി. അത് ഇ ആണ്. റൂട്ട് 3നെ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ് കിട്ടി കെ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റി? നമുക്ക് തൊട്ട് മുൻപത്തെ എക്സാമ്പിളിൽ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ റൂട്ടുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് എക്സ്റ്റൻഷൻ ഫീൽഡുകൾ കിട്ടി. ഇതിന്റെ എല്ലാ റൂട്ട്സിനെയും അല്ല, ഇതിന്റെ രണ്ട് റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയും ഇതിന്റെ രണ്ട് റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് കെയും. ഇനി റൂട്ട് 2നെയും റൂട്ട് 3നെയും കമ്പൈൻ ചെയ്യുന്ന, രണ്ടിനെയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കമ്പൈൻഡ് ഫീൽഡ് നമുക്കൊന്ന് കിട്ടും. അതാണ് എഫ് ഓഫ് റൂട്ട് 2, റൂട്ട് 3. ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് ഓഫ് ടവേഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഫീൽഡ് ഓഫ് ടവേഴ്സ് നമുക്ക് അടുത്ത ഒരു ഇതും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പൊ തൽക്കാലം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്യൂവിന്റെ രണ്ട് എക്സ്റ്റൻഷൻ ഫീൽഡുകൾ നമുക്ക് കിട്ടി. കുറച്ച് റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഒരു ഫീൽഡ്, വേറെ കുറച്ച് റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് വേറൊരു ഫീൽഡ്. നമ്മളോട് എല്ലാ റൂട്ട്സൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന്റെ റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ദിസ് ഇസ് ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ കൺസിഡർഡ് അപ്പോൺ ക്യാപിറ്റൽ ക്യൂ വിത്ത് ഡിഗ്രി 2 പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം 4 ഇറെഡ്യൂസിബിൾ അല്ല, റെഡ്യൂസിബിൾ ആണ്. അതിനെ രണ്ട് ഫാക്ടേഴ്സ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. പക്ഷെ ആക്ച്വലി ഇത് എന്ത് തന്നെയാണ്? ക്യൂവിൽ റൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഇറെഡ്യൂസിബിൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്യൂവിന്റെ രണ്ട് എക്സ്റ്റൻഷൻ ഫീൽഡുകൾ നമുക്ക് കിട്ടി, ഇയും കെയും. അത്ര ഇത് പറയുന്നുള്ളൂ, എക്സ്ട്രാ വേറെ ഒന്നുമില്ല. അപ്പൊ അത് നമ്മൾ ഇതിൽ ഒരു സെന്റൻസ് ഫോമിലേക്ക് എഴുതിയെന്ന് മാത്രം. ആക്ച്വലി ഇതല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ പ്രപ്പോസിഷൻസും എക്സാമ്പിൾസ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ ഓക്കെ മാം. അപ്പോ നമ്മളുടെ ടവർ ലോയിൽ നമ്മള് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ക്യൂ ഓഫ് റൂട്ട് 2, ദാറ്റ് മീൻസ് ക്യൂവും അതിന്റെ കൂടെ റൂട്ട് 2നെയും കൂടി ലീനിയർലി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് റൂട്ട് 3, ദാറ്റ് മീൻസ് റൂട്ട് 3യും അതിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 പിന്നെ പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 ഇൻറ്റു എക്സിന്റെ ഫോമിൽ വരുന്ന എല്ലാ എലമെന്റ്സും ക്യൂവും കൂടി കമ്പൈൻ ചെയ്യണം. അപ്പൊ ക്യൂവും റൂട്ട് 3ത്തെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും കൂടി കമ്പൈൻ ചെയ്യുന്ന ഫീൽഡാണ് എഫ് ഓഫ് റൂട്ട് 3, ക്യാപിറ്റൽ എഫ് ബ്രാക്കറ്റിൽ റൂട്ട് 3. അതാണ് ക്യാപിറ്റൽ കെ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ്. എഫ് ഓഫ് റൂട്ട് 2, റൂട്ട് 3, എക്സ് വൈ എന്ന് പറഞ്ഞ് എഴുതുന്ന ഫീൽഡ് ആയിരിക്കും ദ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ സീറോസ് ഓഫ് ദിസ് ഗിവൺ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, അത് നമ്മൾ ഇനി അടുത്ത കുറച്ച് റിസൾട്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ടവർ ലോ ബേസിസിലേക്ക് നമുക്ക് എഴുതി കാണിക്കാൻ പറ്റും.
ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്ത ആൾജിബ്രായിക്കും ട്രാൻസെൻഡന്റ് എലമെന്റ്സിലും വരുമ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് രണ്ട് എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയും കെയും കിട്ടി. ഇനി ആൾജിബ്രായിക് ആൻഡ് ട്രാൻസെൻഡന്റൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രായിക് എലമെന്റ്സ് എന്താണ്, ട്രാൻസെൻഡന്റൽ എലമെന്റ്സ് എന്താണ്? An element alpha of an extension field of a field capital F is algebraic if f of alpha is equal to 0 for some polynomial non-zero polynomial f of x in capital F of x. അപ്പോ എഫിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആയ ഇയിലത്തെ ഒരു എലമെന്റ് ആണ് ആൽഫ. അത് ക്യാപിറ്റൽ എഫിൽ ആൾജിബ്രായിക് ആണെന്ന് പറയണമെങ്കിൽ this alpha must satisfy some of the polynomial, any one, at least one of the polynomial in capital F of x. Capital F of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Those are rings of the polynomials with coefficients from the field capital F. ക്യാപിറ്റൽ എഫിലത്തെ എലമെന്റ്സ് കോയിഫിഷ്യൻസ് ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് നമ്മളുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉള്ളത്. അതിലുള്ള ഒരു പോളിനോമിയലിന്റെ സീറോയിനെ അതിന്റെ പോളിനോമിയൽസ്, ആ പോളിനോമിയൽസിൽ വരുന്ന സീറോസിനെയാണ് നമ്മൾ ആൾജിബ്രായിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ് ആൽഫ ആൾജിബ്രായിക് ഓവർ എഫ് ആണെന്ന് പറയണമെങ്കിൽ that must satisfy some of the polynomials in capital F of x. അപ്പൊ ഈ ആൽഫ ആക്ച്വലി ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ എലമെന്റിനെ നമുക്ക് എന്ത് പറയാം, ആൾജിബ്രായിക് ഓവർ ദ സബ് ഫീൽഡ് ക്യാപിറ്റൽ എഫ്. എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ് ആൾജിബ്രായിക് ഓവർ ദ സബ് ഫീൽഡ് ക്യാപിറ്റൽ എഫ് ആണ്. ഇനി ആൾജിബ്രായിക് അല്ല, ദാറ്റ് മീൻസ് ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിനോമിയൽ കിട്ടിയില്ല എങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് ട്രാൻസെൻഡന്റൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ആൽഫ ഇസ് ട്രാൻസെൻഡന്റൽ ഓവർ എഫ്. ദാറ്റ് മീൻസ് ആൽഫ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയലിന്റെയും സീറോ അല്ല. അതാണ് ട്രാൻസെൻഡന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് മീൻസ് ബേസിക് ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണിത്, ആൾജിബ്രായിക്, ട്രാൻസെൻഡന്റൽ. ഈ ആൾജിബ്രായിക് എന്നുള്ള സാധനമാണ് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവിടെയും ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഓരോ ചെറിയതും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഓരോ സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് ആ സെക്ഷനിൽ നിന്ന് വരുന്ന ബേസിക് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളും അല്ലെ ഇപ്പൊ നമ്മൾ ഫ്ലോ ചാർട്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി ആ ഒരു ഫുൾ സെക്ഷനെ നമുക്ക് ചെറിയ ഒരു ഒരു പേപ്പറിലേക്ക് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റണം. അങ്ങനെ ഓരോ സെക്ഷനും നമുക്ക് ഓരോ ചെറിയ 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 ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ചാപ്റ്റർ തന്നെ ഇതുകൊണ്ട് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഈ റിസൾട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് തെറോ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അങ്ങോട്ട്, ഡെഫിനിഷൻസ് അല്ല പ്രൂഫുകൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പ്രൂവ് ചെയ്ത് പോവാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ആൾജിബ്രായിക് നമ്പർ എന്താണ്, ഒരു ട്രാൻസെൻഡന്റൽ നമ്പർ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയോ? സോറി, ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മേരി മിസ്റ്റർ ക്ലിയർ ആണോ? മേരി മാം, ഓക്കെ, അതിലേക്ക് ഒന്നും കൂടി. ഒരു എലമെന്റിന് ആൾജിബ്രായിക് എന്ന് പറയണമെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു സബ് ഫീൽഡിലാണ് നമ്മൾ ആൾജിബ്രായിക് കണ്ടീഷൻസ് പറയുന്നത്. അപ്പൊ എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയിലത്തെ എലമെന്റ്സിനെയാണ് നമുക്ക് ആൾജിബ്രായിക് അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ എലമെന്റ്സ് എന്ന് പറയാൻ പറ്റുക. അല്ലാണ്ട് ഈ ഫീൽഡിലത്തെ എലമെന്റ്സിനെ അല്ല നമ്മൾ പറയണേ, അതിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡിൽ വരുന്ന എലമെന്റ്സിനെ ആൾജിബ്രായിക് ഓവർ എഫ് എന്ന് പറയണമെങ്കിൽ ദിസ് ആൽഫ മസ്റ്റ് സാറ്റിസ്ഫൈ സം ഓഫ് ദ പോളിനോമിയൽ in capital F of x. Capital F of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? They are the set of all polynomials with coefficients from capital F.
ക്യാപിറ്റൽ എഫിൽ നിന്ന് വരുന്ന കോയിഫിഷ്യൻസ് കൊണ്ട് ഉണ്ടാവുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇങ്ങനെയുള്ള പോളിനോമിയൽസിൽ ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ എങ്കിലും സീറോ ആണ് ആൽഫ എങ്കിൽ വി ക്യാൻ സേ ആൽഫ ഇസ് ആൾജിബ്രൈക് ഓവർ എഫ്. ആൾജിബ്രൈക് അല്ല എങ്കിൽ ദാറ്റ് ഇസ് ട്രാൻസെൻഡന്റൽ ഓവർ എഫ്. അപ്പൊ ആൾജിബ്രൈക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ് ഓഫ് എക്സിന്റെയും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ വരുന്ന ഒരു പോളിനോമിയലിന്റെയും സീറോ അല്ല ആൽഫ. സോ എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ. അങ്ങനെയാണെങ്കിൽ ദോസ് എലമെന്റ്സ് ആർ ട്രാൻസെൻഡന്റൽ ഓവർ എഫ്. അപ്പോ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ്സ് ഒന്നെങ്കിൽ ആൾജിബ്രായിക് ആയിരിക്കും അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ ആയിരിക്കും. സീറോസ് ഓഫ് സം പോളിനോമിയൽസ് ഫ്രം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദേ ആർ ആൾജിബ്രായിക്. സീറോസ് അല്ല എങ്കിൽ ദേ ആർ ട്രാൻസെൻഡന്റൽ. ഓക്കെ, ക്ലിയർ ആണോ ആതിര? നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ക്യൂവിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ് ആറ്, അതിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് ക്യൂവിന്റെയും എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ് എന്ന് പറഞ്ഞു. സോ സി ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ. സിൻസ് √2 is a zero of x square minus 2. അപ്പോ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇറഡ്യൂസിബിൾ ഓവർ ആർ ആണ്. നമ്മൾ തൊട്ട് മുൻപ് കാണിച്ചതാണ്. ഇതിന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് √2 ആണെന്നും പറഞ്ഞു. √2 എന്ന് പറയുന്നത് ക്യൂ റാഷണൽ നമ്പർ അല്ലാത്തത് കൊണ്ട് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത സി ആണ്. ഇത് ആറിലും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത സി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫീൽഡിൽ വരുന്ന ഒരു എലമെന്റ് ആണ് √2. √2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ നമുക്ക് ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സിൽ കിട്ടിയിട്ടുണ്ട്. ഈ ക്യൂ ഓഫ് എക്സിൽ വരുന്ന പോളിനോമിയൽ ആണ് എക്സ് സ്ക്വയർ മൈനസ് 2. അതിന്റെ സീറോ ആണ് √2 എന്ന് പറയുന്നത്. Therefore, എഫ് ഓഫ് √2 is equal to 0. അങ്ങനെ വരുന്ന ഒരു പോളിനോമിയൽ നമുക്ക് കിട്ടി. Therefore, √2 is algebraic element over alpha. അപ്പൊ √2 എന്ന് പറയുന്നത് algebraic over alpha അല്ല, ക്യൂവില് ആൾജിബ്രായിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് √2. അതേമാതിരി തന്നെ മൈനസ് √2ഉം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ് സിയിലത്തെ ഒരു എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മൈനസ് √2 is also an algebraic element over Q. ഇനി √2 algebraic ആണെങ്കിൽ നാച്ചുറലി മൈനസ് √2ഉം അവിടെ algebraic ആയിരിക്കും. ഇനി ഓൾസോ I is an algebraic element over Q. സിയിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് I എന്ന് പറയുന്നത്, നമ്മുടെ ഇമാജിനറി എലമെന്റ് I. അതും algebraic ആണ്. അത് algebraic ആവാൻ എന്താ വേണ്ടിയിരുന്നത്? I സാറ്റിസ്ഫൈ ചെയ്യുന്ന, ദാറ്റ് മീൻസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, √-1. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ നമുക്ക് എവിടെ വേണം? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ വേണം. I എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ റൂട്ട് ആണ്. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √-1. ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് I. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഒരു റൂട്ട് ആണ് I എന്ന് പറയുന്നത്. Therefore, I is an algebraic element over capital Q. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസെൻഡന്റൽ ആണോ ആൾജിബ്രായിക് ആണോ എലമെന്റ്സ് എന്ന് നോക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. ദ റിയൽ നമ്പർ പൈ ആൻഡ് ഇ, എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഇ, ആർ ട്രാൻസെൻഡന്റൽ ഓവർ ക്യൂ. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. നാച്ചുറലി നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ കിട്ടിയാൽ മതി. ദാറ്റ് ഈസ് എക്സ് മൈനസ് പൈ. എക്സ് മൈനസ് പൈ എന്ന് പറയുന്ന പോളിനോമിയൽ ആർ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണ്. ക്യൂവിലാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ക്യൂവിന്റെ എക്സ്റ്റൻഷൻ ഇന്ന് ആർ ഓഫ് എക്സ് അല്ല, ഇത് ക്യൂ ഓഫ് എക്സ് ആണ് കേട്ടോ. അല്ല, ഒരു മിനിറ്റ്, സോറി.
ക്യൂ ഓഫ് എക്സ് അല്ല, ഇത് ആർ ഓഫ് എക്സ് ആണ്. കാരണം പൈ എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ് അല്ല. അപ്പൊ കോൺസ്റ്റൻസ് ക്യൂവിൽ നിന്നാണ് വരേണ്ടിരുന്നത്. എക്സ് മൈനസ് പി ആർ ഓഫ് എക്സ് തന്നെയാണ്. അപ്പൊ പൈ എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറയുന്ന ഒരു സീറോ വരുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ നമുക്ക് ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സിൽ കിട്ടുമോ നോക്കണം. പക്ഷെ അത് കിട്ടില്ല. കാരണം പൈ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ലാത്തത് കൊണ്ട്, സോറി, റാഷണൽ നമ്പർ അല്ലാത്തത് കൊണ്ട് നമുക്ക് പൈ റൂട്ട് വരുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിൽ കിട്ടില്ല. അതുകൊണ്ട് ദിസ് റിയൽ നമ്പർ പൈ ഇസ് ട്രാൻസെൻഡന്റൽ ഓവർ ആർ. ഇത് സീറോ ആയിട്ട് വരുന്ന പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ദിസ് ഇസ് ട്രാൻസെൻഡന്റൽ ഓവർ ആർ. പക്ഷെ നമ്മള് ട്രാൻസെൻഡന്റൽ ഓവർ ക്യൂ, ക്യൂവിൽ ട്രാൻസെൻഡന്റൽ ആണ്. പക്ഷെ ആറിൽ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ അത് നമുക്ക് എന്താണ്, ആൾജിബ്രായിക് ആണ് എന്ന് പറയാം. കാരണം എക്സ് മൈനസ് പൈ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് എ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ ആർ ഓഫ് എക്സ്. കാരണം കോൺസ്റ്റൻസ് ക്യാപിറ്റൽ ആറിനേ വന്നിട്ടുള്ളൂ. അതേമാതിരി തന്നെ എന്താ പറയുക, കോയിഫിഷ്യൻസ്, എക്സിന്റെ കോയിഫിഷ്യന്റും എവിടെ തന്നെയാണ്, ആർ ഓഫ് ആറിലത്തെ എലമെന്റ് തന്നെയാണ്. അപ്പൊ പൈ എന്ന് പറയുന്നത് ആറിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സീറോ ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. പക്ഷെ ക്യൂ ഓഫ് എക്സിലാണ് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ അത് സീറോ ആയിട്ട് വരുന്ന പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെർഫോർ പൈ എന്ന് പറയുന്നത് ഒരു ട്രാൻസെൻഡന്റൽ നമ്പർ ആണ് ഓവർ ക്യാപിറ്റൽ ക്യൂ ആൻഡ് ഇറ്റ് ഇസ് ആൻ ആൾജിബ്രായിക് നമ്പർ ഓവർ ക്യാപിറ്റൽ ആർ. അപ്പോ നാച്ചുറലി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എഫിലത്തെ എലമെന്റ്സിന്റെ കാര്യമല്ല പറയണത്, അതിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എഫിലത്തെ എലമെന്റ്സിന് എന്ത് വരും? എഫിലത്തെ എലമെന്റ്സും എവിടെ വരുന്നതാണ്? നമ്മളുടെ എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ തന്നെ എലമെന്റ്സ് ആണ്. ഞാൻ അവിടെ എടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റൻഷൻ ഫീൽഡ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എഫിലത്തെ എലമെന്റ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ ആൽഫ ഓഫ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ്, എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലാണ്ട് എഫിലത്തെ എലമെന്റ്സിനെ അല്ല. ഇനി എഫിലത്തെ എല്ലാ എലമെന്റ്സും എക്സ്റ്റൻഷൻ ഫീൽഡിൽ വരുന്നത് കൊണ്ട് എഫിലത്തെ എല്ലാ എലമെന്റ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നമ്മൾ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയിലത്തെ എലമെന്റ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ വെദർ ദാറ്റ് ഇസ് ഇൻ ഓർ ആൾജിബ്രായിക് ഓവർ ദ ഗിവൺ ഫീൽഡ്. അപ്പൊ ഏതൊരു ഫീൽഡിലത്തെ എലമെന്റ്സും അതേ ഫീൽഡില് ആൾജിബ്രായിക് ആണ്. സോ എവറി ഫീൽഡ് ക്യാപിറ്റൽ എഫ് ഇസ് ആൾജിബ്രായിക് ഓവർ ക്യാപിറ്റൽ എഫ് ഇറ്റ്സെൽഫ്. അപ്പോ ക്യൂ എന്ന് പറയുന്നത് ക്യൂവിൽ ആൾജിബ്രായിക് ആണ്, ആർ എന്ന് പറയുന്നത് ആറിൽ ആൾജിബ്രായിക് ആണ്. അങ്ങനെ ഓരോ ഫീൽഡുകളും അതേ സെറ്റിൽ അല്ലെങ്കിൽ അതേ ഫീൽഡിൽ തന്നെ ആൾജിബ്രായിക് ആയിട്ട് വരുന്നതാണ്. ഓക്കെ മാം, ആ ഒരു ഡൗട്ട്. എക്സാമ്പിൾ 2-ല് റിയൽ നമ്പർ പൈ എന്ന് കൊടുത്തുകൊണ്ടാണോ ഇവിടെ ട്രാൻസെൻഡൽ ഓവർ ക്യൂ ആയത്? അത് പൈ നമുക്ക് വാല്യൂ 22/7 എടുക്കാമല്ലോ. റിയൽ അതെ, നമ്പർ പൈ നമുക്ക് റിയൽ നമ്പർ ആയിട്ടാണ് എടുത്തത്. നമുക്ക് ശരിക്കും എന്താ വേണ്ടത്? ക്യൂ ഓഫ് എക്സില് ഇങ്ങനത്തെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ വേണം അല്ലെ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞു വരണമെങ്കിൽ എക്സ് മൈനസ് പൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരുന്ന രീതിയിലത്തെ ഒരു പോളിനോമിയൽ നമുക്ക് എവിടെ വേണം? ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സിൽ വേണം. അപ്പോ ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സിലത്തെ പോളിനോമിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൊയിഫിഷ്യൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് എല്ലാതും എവിടെ നിന്നാണ് വരേണ്ടത്? അണ്ടർലൈൻ ഫീൽഡ് ആയ ക്യാപിറ്റൽ ക്യൂവിൽ നിന്നാണ് വരേണ്ടത്. പക്ഷെ പൈ എന്ന് പറയുന്നത് റാഷണൽ ആണോ? അല്ല മിസ്, 22/7 എടുക്കുമ്പോ 22/7 22/7 നമ്മൾ സപ്പോസ് ചെയ്യുന്ന നമ്പർ അല്ലേ അത്? പൈ ശരിക്കും ഇറാഷണൽ നമ്പർ ആണ്. നമ്മളുടെ കാൽക്കുലേഷന് വേണ്ടി എളുപ്പമായിട്ട് നമ്മൾ 22/7 അപ്രോക്സിമേറ്റ് ചെയ്യണതാ. ആക്ച്വൽ വാല്യൂ അല്ലല്ലോ അതിന്റെ. ആക്ച്വലി പൈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. അതേമാതിരി തന്നെ ഇ എന്ന് പറയുന്നത് ഇറാഷണൽ ആണോ റാഷണൽ ആണോ? ഇയുടെ വാല്യൂ എന്താ? എക്സ്പൊണൻഷ്യൽ. ഇറാഷണൽ ആണോ? എന്താ വാല്യൂ?
ഇയുടെ വാല്യൂ എന്താ? ശരിക്കും റാഷണൽ നമ്പർ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? a/b എന്നുള്ള ഫോമിലേക്ക് എഴുതുമ്പോ 22/7 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോ എന്ത് ഫോമിൽ ഉണ്ടെങ്കിലും നമുക്കത് റാഷണൽ എന്ന് പറയാൻ പറ്റുക? ടെർമിനേറ്റിംഗ് ആയിട്ട് നമ്മളിപ്പോ പോയിന്റ് വരുമ്പോ 0.3333 പറഞ്ഞ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാൻ പറ്റില്ലല്ലോ. ഡെസിമൽ പോയിന്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ മാത്രമേ റാഷണൽ ആവുള്ളൂ. അപ്പൊ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഡെസിമൽ ഫോമിൽ പറയുമ്പോൾ അതൊരു ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടുമെങ്കിലാണ് നമ്മൾ അതിനെ റാഷണൽ എന്ന് പറയാ. അതല്ലെങ്കിൽ അത് ഇറാഷണൽ ആണ്. അപ്പൊ നമ്മളുടെ പൈ എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നതും ഒക്കെ ഓയിലേഴ്സ് നമ്പർ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാതും എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഈ 2.71828 എന്ന് പറഞ്ഞതൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അത് ബാക്കി അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് മാത്രം. ഓക്കെ, അപ്പോ ക്യൂ ഓഫ് എക്സിൽ നമുക്ക് എക്സ് മൈനസ് പൈ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ദിസ് പൈ ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പോളിനോമിയൽ നമുക്ക് ക്യൂ ഓഫ് എക്സിൽ കിട്ടില്ല. therefore പൈ ഇസ് ട്രാൻസെൻഡന്റൽ ഓവർ ക്യൂ. സിമിലർലി ഇ ഈസ് ഓൾസോ ട്രാൻസെൻഡന്റൽ ഓവർ ക്യൂ. പക്ഷെ പൈ ഇ എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അത് റാഷണൽ നമ്പേഴ്സ് ആണ്. സോ ആറിൽ കൺസിഡർ ചെയ്യുമ്പോൾ പൈ എന്ന് പറയുന്നത് ആൾജിബ്രായിക് ആയി, ഇ എന്ന് പറയുന്നതും ആൾജിബ്രായിക് ആയി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഞാൻ ഇത് നിങ്ങൾക്ക് അയച്ചു തന്നതല്ലേ? എത്ര എക്സാമ്പിൾസ് അയച്ചതുണ്ട്? ഇത് നിങ്ങൾക്ക് അയച്ചു തന്ന പോർഷൻ തന്നെയാണ്. അപ്പൊ ഇത് തന്നെയുള്ളൂ. ഓക്കെ, ഷോ ദാറ്റ് the real number alpha is equal to square root of 1 plus root 3 is algebraic over Q. ഇത് റിയൽ നമ്പർ ആണ്, ഇത് ആൾജിബ്രായിക് ആണ് എന്ന് വേണം കാണിക്കാൻ. ഓക്കെ, ആൾജിബ്രായിക് ഓവർ ക്യൂ ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ആൾജിബ്രായിക് ഓവർ ക്യൂ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഇത് 0 ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ നമുക്ക് ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സിൽ വേണം. അപ്പൊ ക്യൂ ഓഫ് എക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയലിൽ വരുന്ന കോൺസ്റ്റൻസ് ആയിട്ടുള്ള കോയിഫിഷ്യൻസും കോൺസ്റ്റന്റും എല്ലാതും എവിടെ നിന്നായിരിക്കണം? എ ഐകൾ എല്ലാതും ക്യാപിറ്റൽ ക്യൂവിൽ നിന്നായിരിക്കണം. അങ്ങനത്തെ പോളിനോമിയൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3. ഇങ്ങനത്തെ ഈ റിസൾട്ട് വരുന്ന ഒരു പോളിനോമിയൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾക്ക് ആ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. കാരണം റൂട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ സ്ക്വയർ ചെയ്തു. നമുക്ക് വേണ്ടത് എന്താണ്? ക്യൂ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണ് വേണ്ടത്. അപ്പൊ ഈ എലമെന്റ് നമുക്ക് ക്യൂവിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് സ്ക്വയർ എടുത്തു. അപ്പൊ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു RHS സ്ക്വയർ എടുക്കുമ്പോൾ 1 പ്ലസ് റൂട്ട് 3. എഗെയിൻ ഇവിടെ ഒരു റൂട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെയും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മള് 1നെ നമ്മൾ LHSലേക്ക് കൊണ്ടു, നമ്മൾ സ്ക്വയറിനെ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. റൂട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആ സ്ക്വയർ റൂട്ട് വരുന്ന ഇതിനെ മാത്രം ഒരു സൈഡിൽ നിർത്തും, ബാക്കിയുള്ള എലമെന്റ്സിനെ എല്ലാത്തിലും വേറൊരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ആ സ്ക്വയർ റൂട്ട് എന്നുള്ള ആ ഫോം മാക്സിമം കളയാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്തു? 1നെ നമ്മൾ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് 3. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പൊ LHSൽ ആൽഫ സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വന്നു. RHSൽ റൂട്ട് 3 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 3. LHS എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 a മൈനസ് ബി ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോ 3നെ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ സ്ക്വയർ പ്ലസ് 1 മൈനസ് 3, ദാറ്റ് ഇസ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോ ഈ ആൽഫ റൂട്ട് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ആണ് ഇത്. ഇതിന്റെ കോയിഫിഷ്യൻസ് 1,
-2 എല്ലാതും തന്നെ റാഷണൽ നമ്പേഴ്സ് ആണ്. സോ ദിസ് ഇസ് എ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ Q ഓഫ് എക്സ്. അപ്പൊ ഇത് 0 ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ നമുക്ക് Q ഓഫ് എക്സിൽ കിട്ടി. Therefore this is algebraic over capital Q. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം, ആൽഫ ഇസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 2. ഇത് ആൾജിബ്രായിക് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. Again alpha minus 1 is equal to root 2 നാക്കാം. സ്ക്വയർ ചെയ്യുമ്പോൾ alpha minus 1 whole square is equal to 2. That is alpha square minus 2 alpha plus 1 is equal to 2. 2നെ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ -2 ആവും. So alpha square minus 2 alpha minus 1 is equal to 0. Again this is a polynomial in capital Q of x. കാരണം കോൺസ്റ്റൻസും ഇവിടുത്തെ എല്ലാ aiകളും 1, -2 and -1 എല്ലാതും തന്നെ Qവിലത്തെ, that means rational numbers ആണ്. Therefore this is a polynomial in capital Q of x. അപ്പൊ ഇത് റൂട്ടായിട്ട് വരുന്ന ഒരു പോളിനോമിയൽ കിട്ടി. അപ്പോ നമുക്ക് എന്ത് പറയാം? This alpha 1 plus root 2 is algebraic over capital Q. ഇനി അതുമാതിരി തന്നെ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഡയറക്ട്ലി അയ്യോ ഇത് റാഷണൽ അല്ല അതുകൊണ്ട് ഇത് ആൾജിബ്രായിക് അല്ല എന്ന് പറയാൻ പാടില്ല. നമ്മളിത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിനോമിയൽ ക്യാപിറ്റൽ Q ഓഫ് എക്സിൽ ഉള്ളതാണോ അല്ലയോ എന്നുള്ളതാ. കാരണം എന്തുകൊണ്ടാ? വി ആർ ടേക്കിംഗ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് Q. ക്യൂവിലത്തെ എലമെന്റ്സ് ആയിട്ടല്ല നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ എക്സ്റ്റൻഷനിൽ അപ്പൊ ഇറാഷണൽ നമ്പേഴ്സും ചിലപ്പോൾ ഇവിടെ എന്തായിട്ട് വരും? ആൾജിബ്രായിക് വരാം. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇറാഷണൽ ആണ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആണെന്നൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ അത് ക്യാപിറ്റൽ Q ഓഫ് എക്സിലുള്ള ഏതെങ്കിലും പോളിനോമിയലിന്റെ 0 ആണെങ്കിൽ then that element is algebraic over Q. അല്ലെങ്കിൽ ക്യൂവിലത്തെ എലമെന്റ് ആണെന്നല്ല നമ്മൾ പറഞ്ഞത്, ആൾജിബ്രായിക് എലമെന്റ് ആണെന്നാണ് പറയണത്. സോ എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പേഴ്സും അതേമാതിരി കോംപ്ലക്സ് നമ്പേഴ്സും ഒക്കെ എന്തായിട്ട് വരുന്നത്? ഈ Q ഓഫ് എക്സ് ക്യൂവിലുള്ള ആൾജിബ്രായിക് നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ അടുത്തത് ആൽഫ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2 മൈനസ് ഐ. അപ്പൊ ആദ്യം സ്ക്വയർ റൂട്ട് ആണ് കളയേണ്ടത്. സോ നമ്മൾ സ്ക്വയർ ചെയ്തു. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 മൈനസ് ഐ. അപ്പൊ ഇനി ഇവിടെ ഒരു ക്യൂബ് റൂട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കളയണം വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഐനെ LHSലേക്ക് കൊണ്ടുവന്നു. സോ ആൽഫ സ്ക്വയർ പ്ലസ് 1 മൈനസ് പ്ലസ് ആയി ഇവിടെ പോയപ്പോ. സോ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ടി. ഇതിനെ ക്യൂബ് ചെയ്യാം. രണ്ട് ഭാഗത്തും നമ്മൾ ക്യൂബ് എടുത്തു. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2. അപ്പൊ LHS ഇനി നമുക്ക് എന്താണ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 2ab സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ബി. അപ്പൊ ചെയ്തു. ആൽഫ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു ഐ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, ദാറ്റ് ഇസ് മൈനസ് ഐ. അപ്പൊ ആൽഫ റേസ് ടു 6 മൈനസ് ഐ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ, ദാറ്റ് ഇസ് ആൽഫ റേസ് ടു 4 ഇൻറ്റു ബി, ദാറ്റ് ഇസ് ഐ പ്ലസ് 3ab സ്ക്വയർ, ദാറ്റ് ഇസ് 3 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? -1 ആണ്. സോ ഐ സ്ക്വയർ മാറ്റി നമ്മൾ -1 ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആൽഫ റേസ് ടു 6 മൈനസ് ഐ പ്ലസ് 3 ആൽഫ റേസ് ടു 4i മൈനസ് 3 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് Q ഓഫ് എക്സിലത്തെ അല്ല, ക്യൂവിലത്തെ എലമെന്റ്സ് അല്ല. അപ്പൊ നമുക്ക് അതിനെ മാറ്റണം. അപ്പൊ ഐയിലത്തെ ടേംസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ RHSലേക്ക് കൊണ്ടുവന്നു. ബാക്കിയുള്ള എല്ലാ ടേംസും നമ്മൾ LHSലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആൽഫ റേസ് ടു 6 മൈനസ് 3 ആൽഫ സ്ക്വയർ, ഇതിനെ LHSലേക്ക് കൊണ്ടുവരുമ്പോൾ -2 ഇസ് ഈക്വൽ ടു, ഇത് രണ്ടിലും മൈനസ് ഐ എന്നുള്ള ടേംസ് RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഐ എന്ന് പറയുന്നത് പ്ലസ് ഐ ആയി, പ്ലസ് 3 ആൽഫ റേസ് ടു 4 ഇൻറ്റു ഐ എന്ന് പറയുന്നത് മൈനസ് 3 ആൽഫ റേസ് ടു 4. രണ്ടിലും ഐ കോമൺ ആണ്. സോ ഐ ഇൻറ്റു 1 മൈനസ് 3 ആൽഫ റേസ് ടു 4. ഇനി എന്താണ്? നമുക്ക് ഐനെ മാറ്റി കളയാണ് വേണ്ടത്. സോ നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ LHS സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു
ദ സ്ക്വയർ. അപ്പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പൊ 3α² -1. 3α² -1 ഹോൾ സ്ക്വയർ വേണ്ടേ? yi ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y² i² -5. ഇത് 3α² -1 ഹോൾ സ്ക്വയർ വേണം. ഇത് i² × 1 - 3α² ഹോൾ സ്ക്വയർ വരും. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ -1 നമ്മള് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ -1 ഹോൾ സ്ക്വയർ ആണ് പുറത്തേക്ക് വരിക. -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ എന്ത് വരും? 1 - 3α² ഹോൾ സ്ക്വയർ എന്നാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെയല്ലേ വരിക? എഴുതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ വരിക? ചെയ്ത് നോക്കുന്നുണ്ടോ നിങ്ങള്? അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഈ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 1 - 3α⁴ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരിക. ഓക്കെ, കാരണം LHS സ്ക്വയർ RHS സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? i² × 1 - 3α² ഹോൾ സ്ക്വയർ. i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. സോ -1 സ്ക്വയറിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? -1 സ്ക്വയർ ആവും അല്ലേ? നമ്മള് ഉള്ളിലേക്ക് എടുക്കുന്നതിനെക്കാളും കംപ്ലീറ്റ്ലി ഹോൾ സ്ക്വയർ ചെയ്താലും പോരെ? അപ്പൊ i² -1 × 1 - 3α⁴ സ്ക്വയറിന് വരും. എന്നിട്ട് 1 - 3α⁴ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് മൈനസ് ചെയ്താൽ പോരെ ഉള്ളിലേക്ക്? -1 അങ്ങനെ ചെയ്താലും മതി. സംശയം ഉണ്ടെങ്കിൽ -1 ഉള്ളിലേക്ക് എടുക്കുമ്പോ പോവില്ല അല്ലെ സ്ക്വയർ? -1 സ്ക്വയർ അല്ല. -1 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 3α⁴ -1 ഹോൾ സ്ക്വയർ തന്നെയാണ് വരിക. 3α⁴ -1 ഹോൾ സ്ക്വയർ തന്നെ വരും. അല്ലെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 3α⁴ -1 തന്നെയാണ് വരിക. -1 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പൊ അത് സ്ക്വയർ ചെയ്തെടുത്തിട്ട് എല്ലാത്തിനെയും LHSലേക്ക് കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഒരു പോളിനോമിയൽ കിട്ടും. എഗെയിൻ നോക്കുക, അതിലത്തെ എല്ലാ എലിമെന്റ്സും, കാരണം കോയിഫിഷ്യൻസ് എല്ലാതും ക്യാൻസൽ ഔട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്പർ എന്നുള്ള ഫോമിലേക്കാണ് നമുക്ക് വരിക. എല്ലാ നമ്പേഴ്സും എന്താണ്? ഒരു ഇന്റീജർ എന്നുള്ള ഫോമിലേക്കാണ് വരിക. അതിൽ കൂടുതൽ ഇവിടെ വേറെ ഒന്നും കിട്ടില്ല, കാരണം സ്ക്വയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ്? എല്ലാ ഇന്റീജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. ദെർഫോർ ഈ കിട്ടുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് Q(x)ൽത്തെ എലമെന്റ് ആണ്. നിങ്ങൾക്ക് ആ എലമെന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് α⁴ 12 6α⁴ 6 -3 -3α⁴ 8 -3 ആണോ? 6 + 3 അല്ല +3 +3α⁴ 8 -4α⁴ 6 α² വ്യത്യാസം വരും അല്ലേ? +3 α⁴ 4 +12 α²
പ്ലസ് 5. രണ്ട് ടേംസിൽ മാത്രമേ വ്യത്യാസം വരിക. കാരണം ആ രണ്ട് ടേംസ് ആണ് നമുക്ക്, ആ 3 ടേംസ് ആണ് ഇവിടെ വരുന്നത്. ആൽഫ റേസ് ടു 8, ആൽഫ റേസ് ടു 4, പിന്നെ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ വരുന്നത് +3 ആൽഫ റേസ് ടു 8ഉം അതേമാതിരി ഇവിടെ വരുന്നത് +3യോ -3യോ പറഞ്ഞ ഞാൻ പ്ലസ് തന്നെ അല്ലെ. +3 ആൽഫ റേസ് ടു 4 +12 ആൽഫ സ്ക്വയർ +5 = 0. ആ, അപ്പൊ ഈ രണ്ട് ടേംസ് മാത്രമാണ് വ്യത്യാസം വരിക. അപ്പൊ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു 12 +3 എക്സ് റേസ് ടു 8 -4 എക്സ് റേസ് ടു 6 +3 എക്സ് റേസ് ടു 4 +12 എക്സ് സ്ക്വയർ +5 = 0. നോക്കുക, എല്ലാ കോഎഫിഷ്യൻസും കോൺസ്റ്റന്റ്സ് എല്ലാതും തന്നെ റിയൽ റാഷണൽ നമ്പേഴ്സ് ആണ്. therefore this is a polynomial in capital Q of x. therefore this alpha, that is square root of cube root of 2 minus I എന്ന് പറയുന്നത് is algebraic over capital Q. Okay, ക്ലിയർ ആണോ? അപ്പൊ അതുമാതിരി നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ആൽഫ is equal to √2 + √3, ആൽഫ is equal to 1 + I, അതേമാതിരി തന്നെ ആൽഫ is equal to square root of 1 + cube root of 2, ആൽഫ is equal to 1 + √2 എന്ന് പറയുന്നതൊക്കെ Q of x ആൾജിബ്രായിക് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് തനിയെ ചെയ്ത് നോക്കുക. പിയർ ഗ്രൂപ്പ് ടീച്ചിങ്ങിന്റെ ടൈമിൽ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തനിയെ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓക്കെ മാം. അടുത്തത് ട്രാൻസെൻഡന്റൽ നമ്പർ അല്ലെങ്കിൽ ആൾജിബ്രായിക് നമ്പർ എന്ന് പറയും. മറ്റേ നമ്മൾ എന്താ പറഞ്ഞത്? ആൾജിബ്രായിക് എലമെന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൾജിബ്രായിക് നമ്പർ എന്ന് പറയണമെങ്കിൽ ക്യാപിറ്റൽ C, ദാറ്റ് മീൻസ് നമ്മളുടെ കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ് ആൾജിബ്രായിക് നമ്പർ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ നമ്പർ എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സിലത്തെ ഏതൊക്കെ നമ്പേഴ്സ് ആണോ ആൾജിബ്രായിക് ഓവർ Q ആയിട്ട് വരുന്നത് ആ നമ്പേഴ്സിനെ നമ്മൾ ആൾജിബ്രായിക് നമ്പർ എന്ന് പറയും. അതേമാതിരി ക്യാപിറ്റൽ സിയിലത്തെ ഏതൊക്കെ എലമെന്റ്സ് ആണോ ക്യൂവില് ട്രാൻസെൻഡന്റൽ ആയിട്ട് വരുന്നത്, ട്രാൻസെൻഡന്റൽ ഓവർ ക്യൂ ആയിട്ട് വരുന്നത്, ആ എലമെന്റ്സിനെ ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ് എന്ന് പറയും. നമ്മൾ ആൾജിബ്രായിക് ഓവർ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ ഓവർ എന്നൊക്കെ പറയുമ്പോൾ ആർബിട്രറി സെറ്റുകൾ എടുത്തിട്ടാണ് പറഞ്ഞത്. എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്, ആ ഫീൽഡിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ എലമെന്റ്സിനെയാണ് ആൾജിബ്രായിക് ഓവർ ഫീൽഡ് എഫ് അല്ലെങ്കിൽ ആൾജിബ്രായിക് ഓവർ ട്രാൻസെൻഡന്റൽ ഓവർ എഫ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ എക്സ്റ്റൻഷൻ ഫീൽഡും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡും സി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ അതിൽ വരുന്ന നമ്പേഴ്സിനെയാണ് ആൾജിബ്രായിക് നമ്പേഴ്സ് അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻ എലമെന്റ് ഓഫ് ദ അല്ലെങ്കിൽ a complex number is said to be an algebraic number if that number is algebraic over Q. അതേമാതിരി a complex number is said to be transcendental number if it is transcendental over Q. ക്ലിയർ ആണോ? അപ്പൊ അതാണ് ഒരു ആൾജിബ്രായിക് നമ്പർ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അതൊരു സ്പെസിഫിക് സെറ്റിലേക്ക് നമ്മൾ അതിനെ റെസ്ട്രിക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ നമ്പേഴ്സ്, കാരണം നമുക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? സി ആണ് അതിന്റെ ഏറ്റവും മാക്സിമൽ എന്ന് പറയുന്ന സെറ്റ്. നമ്മൾക്ക് അറിയാവുന്നതിൽ നിന്ന് സെറ്റ്, വലിയ സെറ്റ് സി ആണ്. അപ്പൊ അതിലത്തെ എലമെന്റ്സിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിയറം 29.12. തിയറം 29.12. നമ്മൾ ഇനി ഇതൊക്കെ നമ്മളുടെ മാപ്പിംഗ്സിന്റെ ടേംസിലേക്ക് കൊണ്ടുവരികയാണ്. ഈ തിയറം മുതൽക്ക് നമ്മൾ മാപ്പിംഗ്സ് ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ ഇതുവരെ ഒരു സെറ്റിൽ നിന്ന് അതിലേക്ക് നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ആൾജിബ്രായിക് അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്ന് അടുത്ത ഫീൽഡിലേക്ക് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളുടെ മാപ്പിംഗ്സ് യൂസ് ചെയ്തിട്ട് പറയാണ്.
അപ്പൊ ഈ മാപ്പിംഗ്സ് യൂസ് ചെയ്യാൻ നമ്മളുടെ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ്. അത് നമ്മൾ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവാലുവേഷൻ ഹോമോമോർഫിസം നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. എന്തായിരുന്നു ഇവാലുവേഷൻ ഹോമോമോർഫിസം? ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫൈ ആൽഫ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എഫ് ഓഫ് എക്സ് നിന്നും ഇയിലോട്ട്. ഫൈ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇയിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആണ്. അങ്ങനെയാകുമ്പോൾ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ ആയി വരുന്നത്. ഓക്കെ, എഫിൽ ഇയിൽ നിന്ന് എഫിലേക്ക് എന്നാണോ പറഞ്ഞേ? അല്ല മാം, എഫ് ഓഫ് എക്സിൽ നിന്നും ഇയിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫൈ ആൽഫ. അപ്പൊ ഒരു എഫിനെ കറസ്പോണ്ടിങ് എഫ് ഓഫ് ആൽഫയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ എഫിനെ കറസ്പോണ്ടിങ് സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്ന ഒരു സ്മോൾ മാപ്പിംഗിന്റെ ഇമേജ് എഫ് ഓഫ് ആൽഫ ആയിട്ട് പറയുന്ന എഫ് ഓഫ് ആൽഫയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളത് ഫീൽഡിലേക്ക് വരുന്ന കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇനി അത് നമ്മളുടെ ട്രാൻസെൻഡന്റൽ അല്ലെങ്കിൽ നമ്മളുടെ ഇതിലേക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നോക്കാം. ഇ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ്. ആൽഫ ബിലോങ്സ് ടു ഇ നമ്മൾ സപ്പോസ് ചെയ്തു. ദെൻ ഫൈ ആൽഫ ഫ്രം എഫ് ഓഫ് എക്സ് ടു ഇ ബി ദ ഇവാലുവേഷൻ ഹോമോമോർഫിസം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻടു ആൽഫ. അപ്പൊ എഫ് ഓഫ് എക്സിൽ നിന്ന് ഇയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻഷൻ ഫീൽഡിന്റെ ഫോമിലാണ് പറഞ്ഞത്. ശരിക്കും ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്താണ്? ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷൻ എഫിനെ കറസ്പോണ്ടിങ് സീറോ എഫ് ഓഫ് എയിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ അങ്ങനെയുള്ള മാപ്പിംഗ്സിനെയാണ് നമ്മൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം ഇൻ ജനറൽ കേസ് പറയുന്നത്. നമ്മളത് ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെയായിട്ട് മാറും. നമ്മൾ ജനറലി പറയുന്നത് എന്താണ്? ഒരു എഫ് എന്ന് പറയുന്ന, അപ്പൊ ശരിക്കും ഫൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഫീൽഡ് എഫിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്കുള്ളതാണ്, ക്യാപിറ്റൽ എഫിൽ നിന്ന് ആറിലേക്കുള്ളതാണ്. സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫില് ഫങ്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. റിംഗ് ഓഫ് ഓൾ ഫങ്ഷൻസിൽ നിന്ന് നമ്മളുടെ റിയൽ നമ്പർ സെറ്റിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ ഫൈ ആൽഫ അല്ലെങ്കിൽ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുക. വേർ ദാറ്റ് ഫംഗ്ഷൻ ഇസ് മാപ്ഡ് ടു ഇറ്റ്സ് ഇമേജ്. അപ്പൊ ഫൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ആൽഫ എന്ന് പറയുന്നതിനെയാണ് ഇമ്പോർട്ടൻസ്. എഫിനെ എഫ് ഓഫ് ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോ എക്സ്റ്റൻഷൻ ഫീൽഡ് ആയിട്ട് ഇ എന്ന് പറയുന്നതാണ് എക്സ്റ്റൻഷൻ ഫീൽഡ്. എഫ് ഓഫ് എക്സിൽ നിന്ന് ഇയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ ഹോമോമോർഫിസം. ദാറ്റ് ഈസ് അവിടെ ആക്ച്വലി എന്താ ഉണ്ടാവുന്നത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമിലായിരിക്കും? പോളിനോമിയൽസ് എന്നുള്ള ഫോമാണ്. അപ്പോൾ ശരിക്കും എന്താണ്? ഒരു ഫംഗ്ഷനെ കറസ്പോണ്ടിങ് ഇമേജിലേക്ക് മാപ്പ് ചെയ്യുക തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ആൻ ഇവാലുവേഷൻ ഹോമോമോർഫിസം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻടു ആൽഫ സച്ച് ദാറ്റ് phi alpha of a is equal to a. Phi alpha of a is equal to a, where small a belongs to capital F and phi alpha of x is equal to alpha. Then alpha is transcendental over F if and only if phi alpha gives an isomorphism of f of x with the subdomain of capital E. That is, phi alpha is a 1-1 mapping ആണെങ്കിൽ മാത്രമേ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് ഒരു ട്രാൻസെൻഡന്റൽ എലമെന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? ഇ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യാപിറ്റൽ എഫ് ആണ്. ആ എക്സ്റ്റൻഷൻ ഫീൽഡിലത്തെ ഒരു ആർബിട്രറി എലമെന്റ് ആൽഫ നമ്മൾ എടുത്തു. അപ്പൊ കറസ്പോണ്ടിങ് ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുന്നത് നമ്മളുടെ കറസ്പോണ്ടിങ് റിംഗ് ഓഫ് ഫ്രാക്ഷൻസിൽ നിന്ന് എക്സ്റ്റൻഷൻ ഫീൽഡിലേക്കാണ്.
ഫൈ ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൽ നിന്ന് ഇയിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈ ആൽഫ ഓഫ് എ ഇസ് ഈക്വൽ ടു എ. ഫൈ ആൽഫ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ആയിട്ട്, ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സുകളുടെ എകളെ, ദാറ്റ് മീൻസ് അവിടെയുള്ള കോൺസ്റ്റൻസിനെ കോൺസ്റ്റന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നതാണ് ഈ ഇവാലുവേഷൻ ഹോമോമോർഫിസം. ആൻഡ് ഫൈ ആൽഫ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ. ആൻഡ് ഫൈ ആൽഫ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ, ദെൻ ഫൈ. അപ്പൊ നമ്മുടെ ഈ ഇവാലുവേഷൻ ഹോമോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? എകളെ എല്ലാത്തിനെയും എയിലേക്ക് തന്നെ മാപ്പ് ചെയ്യും, ആൻഡ് എക്സുകളെ എല്ലാത്തിനെയും ആൽഫയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ എന്താണ് ഈ ഫൈ ആൽഫ എന്ന് പറയുന്നത്? എയിനെ ഫിക്സ് ചെയ്തു, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫീൽഡിനെ ഫിക്സ് ചെയ്യുന്നതുമാണ്. അതേമാതിരി തന്നെ എക്സുകളെ എല്ലാത്തിനെയും കറസ്പോണ്ടിങ് ആൽഫയിലേക്ക്, ഫൈ ഓഫ് എക്സ് കളെ എല്ലാത്തിനെയും അല്ലെങ്കിൽ എക്സുകളെ എല്ലാത്തിനെയും ആൽഫയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഈ ഇവാലുവേഷൻ ഹോമോമോർഫിസം നമ്മൾക്ക് എങ്ങനെയാണ്? നമ്മളുടെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫീൽഡിലത്തെ എല്ലാ എലമെന്റ്സിനെയും അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഫീൽഡിനെ ഇവിടെ ഫിക്സ് ചെയ്തു. പിന്നെന്താണ്? നമ്മളുടെ എക്സുകളെ എല്ലാത്തിനെയും ആൽഫയിലേക്കാണ് അവിടെ കൊണ്ടുപോകുന്നത്, കറസ്പോണ്ടിങ് എന്താണ് സീറോസിലേക്ക് കൊണ്ടുപോകുന്നു. Then alpha is transcendental over F if and only if phi alpha is an isomorphism of capital F of X with the subdomain of E. Subdomain of E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F എന്ന് പറയുന്നത് ഇയുടെ തന്നെ ഒരു സബ് ഫീൽഡ് ആണ്. സബ് ഫീൽഡിനെയാണ് ഇവിടെ സബ്ഡൊമെയിൻ എന്ന് പറയുന്നത്, അതിന്റെ ഒരു സബ്സെറ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടാവണേ? ഐസോമോർഫിസം എഫ് ഓഫ് എക്സിനെ നമ്മള് ഫൈ ഓഫ് ആൽഫ 1 ആണെന്ന് പറഞ്ഞാൽ മതി. 1 ആണെന്ന് പറഞ്ഞാൽ ഐസോമോർഫിസം ആയി മാറും. കാരണം എന്താ? ഇവാലുവേഷൻ ഹോമോമോർഫിസം ആയതുകൊണ്ട് 1 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഐസോമോർഫിസം ആയിട്ട് മാറും. ഇത് നിങ്ങൾ ഫീൽഡ് ഓഫ് റിംഗ്സിന്റെ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഇവാലുവേഷൻ ഹോമോമോർഫിസം ആണെങ്കിൽ നമുക്കത് 1 ആണെന്ന് കാണിച്ചാൽ തന്നെ അത് ഐസോമോർഫിസം ആണെന്ന് പറയാം. അല്ല ഐസോമോർഫിസം അതേമാതിരി ഇവാലുവേഷൻ ഹോമോമോർഫിസം ഓൺ ടു ആണെന്ന് കാണിച്ചു കഴിഞ്ഞാലും അത് ഐസോമോർഫിസം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ ഇവിടെ നമുക്കത് ഫൈ ആൽഫ 1 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? ആൽഫ ക്യാപിറ്റൽ എഫിലത്തെ എല്ലാ എലമെന്റ്സിനെയും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്തു. അതേമാതിരി എക്സ് എന്ന് പറഞ്ഞു വരുന്ന കറസ്പോണ്ടിങ് പോളിനോമിയൽസിനെ എല്ലാതെയും ആൽഫയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ ഒരു 1 മാപ്പിംഗ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആൽഫ ഇസ് ട്രാൻസെൻഡന്റൽ ഓവർ എഫ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ നമ്മളുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഇല്ല. അതാണ് ട്രാൻസെൻഡന്റൽ. അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആൽഫ ട്രാൻസെൻഡന്റൽ ആണെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈ ആൽഫ 1 ആണെന്ന് കാണിക്കണം. സപ്പോസ് ആൽഫ ഇസ് ട്രാൻസെൻഡന്റൽ. സപ്പോസ് ആൽഫ ട്രാൻസെൻഡന്റൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയലും ഇല്ല. Therefore, this implies f of alpha equal to 0 ആയിട്ട് വരുന്ന ഒരു പോളിനോമിയലും ഇല്ല. Therefore, f of alpha is not equal to 0 for all non-zero polynomial. f of alpha ഒരു നോൺ സീറോ പോളിനോമിയലിനും ഇത് 0 ആവുന്നില്ല. Therefore, f of alpha is not equal to 0 for all non-zero polynomial of capital F of x. അപ്പൊ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ഇവാലുവേഷൻ ഹോമോമോർഫിസം ആണ്. എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ്, കാരണം എഫ് ഓഫ് എക്സിനെ കറസ്പോണ്ടിങ് എഫ് ഓഫ് ആൽഫയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഫൈ ആൽഫ എന്ന് പറയുന്ന ഇവാലുവേഷൻ ഹോമോമോർഫിസം. അപ്പോ ഫൈ ആൽഫയ്ക്ക് എഫ് ഓഫ് ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഇവാലുവേഷൻ ഹോമോമോർഫിസത്തിന്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ നോൺ സീറോ പോളിനോമിയൽ. അപ്പൊ ഒന്നിനും ഇത് 0 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾ ഫൈ അവിടെ എന്തായി? 0 ആയി. Therefore, കേൾ ഫൈ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു സെറ്റ് 0. 0 മാത്രമേ അവിടെ കേൾ ഫൈൽ, 0നെ മാത്രമേ അത് 0ലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. 0നെ മാത്രമേ 0ലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറസ്പോണ്ടിങ് മാപ്പിംഗ് ഇസ് 1 കാരണം 1 ആയാൽ മാത്രമേ 0നെ 0ലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി ഒരു എലമെന്റ്സിനെയും അപ്പൊ അത് 0ലേക്ക് കൊണ്ടുപോകില്ല. കാരണം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഒരു എലമെന്റ് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നതാണ്. Therefore, കേൾ ഫൈ ഇസ് ഈക്വൽ ടു സെറ്റ് 0 implies ഫൈ ആൽഫ ഇസ് 1. ഇനി നേരെ തിരിച്ച് ഫൈ ആൽഫ 1 ആണെങ്കിൽ ആൽഫ ട്രാൻസെൻഡന്റൽ ആണെന്നാ കാണിക്കട്ടെ. ഫൈ ആൽഫ 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾ ഫൈ ആൽഫ സെറ്റ് 0 ആണ്. കേൾ ഫൈ ആൽഫ സെറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലാതും അല്ലെങ്കിൽ is equal to 0 for only the 0 polynomial. അപ്പൊ this is not equal to 0 for every non-zero polynomial.
കേൾ ഫൈ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു സെറ്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോക്ക് മാത്രമേ ഫൈ ആൽഫ സീറോ വരുന്നുള്ളൂ when കേൾ ഫൈ ഇസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഇസ് ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് നോൺ സീറോ ഫോർ എവറി നോൺ സീറോ പോളിനോമിയൽ. ദാറ്റ് ഇസ് phi of alpha is not equal to 0 for every non-zero polynomial. That is alpha is transcendental. നേരെ തിരിച്ച്. അപ്പൊ ഇതൊറ്റ ഇതിൽ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസ് എഴുതുകയാണെങ്കിൽ ഒരൊറ്റ ഭാഗം കൊണ്ട് നമുക്കിത് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണോ ഇത്? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ട്രാൻസെൻഡന്റൽ ആണ് എന്ന് പറയണമെങ്കിൽ എന്താണെന്നാണ്. അപ്പൊ ഇവാലുവേഷൻ ഹോമോമോർഫിസം ആണ്. ഇവിടുത്തെ ഇവാലുവേഷൻ ഹോമോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈ ആൽഫ ഓഫ് എ ഇസ് ഈക്വൽ ടു സീറോ. എഫിനെ ഫിക്സ് ചെയ്യുന്നതും എക്സുകളെ ആൽഫയിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഇവാലുവേഷൻ ഹോമോമോർഫിസം ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ അതിന്റെ സീറോ ആയിട്ടുള്ള എഫ് ഓഫ് എ അല്ലെങ്കിൽ എഫ് ഓഫ് ആൽഫ ഫൈ ആൽഫ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫിനെ എഫ് ഓഫ് ആൽഫയിലേക്ക് കൊണ്ടുപോകുന്ന മാപ്പിംഗ്സിനെയാണ് നമ്മൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്താണെന്നും അറിയണം. നമ്മൾ ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ആണ് എഫിനെ ഫിക്സ് ചെയ്യുന്നതും എക്സിനെ ആൽഫയിലേക്ക് കൊണ്ടുപോകുന്നതും ആണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇവാലുവേഷൻ ഹോമോമോർഫിസം അതില് ആൽഫ ട്രാൻസെൻഡന്റൽ ആവണമെങ്കിൽ ഫൈ ആൽഫ 1 ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്താണ് എന്ന് അറിയും വേണം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്തൊരു തിയറം നോക്കാം. തിയറം 29.13 ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഒരു തിയറം. ഓക്കെ, ഈ എഴുതിയിട്ടുള്ള ആ സെക്ഷന്റെ പേരാണ് നമ്മളിവിടെ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇത് കഴിഞ്ഞാൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുൻപ് ഒരു തിയറം അറിഞ്ഞിരിക്കണം. Let E be an extension field of capital F and alpha belongs to E where alpha is algebraic over F. അപ്പൊ ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉണ്ട്. Then there is an irreducible polynomial P of x in f of x such that P of alpha is equal to 0. അപ്പൊ എന്താ പറയുന്നത്? ആൽഫ ഒരു എഫിന്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആണ് containing an algebraic element alpha. E is an extension field of f containing an algebraic element alpha. Then f of x ഒരു irreducible polynomial p ഉണ്ട് such that P of alpha is equal to 0. അപ്പൊ ആൽഫ algebraic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 1 പോളിനോമിയൽ എഫ് ഓഫ് എക്സിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. This irreducible polynomial P of x is uniquely determined up to a constant factor capital F and is a polynomial of minimal degree greater than or equal to 1 in capital F of x. അപ്പൊ ഈ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫാക്ടറിന്റെ ഒരു കോൺസ്റ്റന്റ് ഫാക്ടറിൽ മാത്രമേ അത് വേരി ചെയ്യുള്ളൂ. അതാണ് യുണീക്ലി ഡിറ്റർമൈൻഡ് അപ് ടു എ കോൺസ്റ്റന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ഫാക്ടറിന്റെ അതുവരെ അത് യുണീക്ലി ഡിറ്റർമൈൻഡ് ആണ്. ആൻഡ് ആൽഫ ഇസ് എ പോളിനോമിയൽ ഓഫ് മിനിമൽ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ അത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്ന് പറഞ്ഞാൽ അതൊരു പോളിനോമിയൽ ആണ് വിത്ത് സം മിനിമൽ ഡിഗ്രി. അപ്പൊ ആ മിനിമൽ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ്സ് അല്ല. അതുകൊണ്ടാണ് യുണീക്ലി ഡിറ്റർമൈൻഡ് അപ് ടു എ കോൺസ്റ്റന്റ് ഫാക്ടർ എന്ന് വരാൻ കാരണം. കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ് ചിലപ്പോൾ മാറി മാറി വരാം. Okay, so minimal degree greater than or equal to 1 having alpha as a 0.
പി ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫോമിൽ വേണം. അപ്പൊ എന്താണ്, ദിസ് ഇസ് uniquely determined up to a constant factor with minimal degree greater than or equal to 1, having alpha as a 0. If f of alpha is equal to 0 for some f of x in capital F of x, which is a non-zero polynomial, then p of x divides f of x. അപ്പോ നമ്മൾ പറഞ്ഞത് ആൽഫ ആൾജിബ്രായിക് എന്ന് പറഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 1 പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ ആൽഫ ആൾജിബ്രായിക് ഓവർ എഫ് ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വരും സാറ്റിസ്ഫൈയിങ് അല്ല വിത്ത് ആൽഫ ആസ് എ 0 which is uniquely determined up to a constant factor with minimal degree greater than or equal to 1. അങ്ങനത്തെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട്. അത് മാത്രമല്ല ആൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു പോളിനോമിയലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള ഏതൊരു പോളിനോമിയലിനെയും ഈ പി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു പോളിനോമിയലും പി ഓഫ് എക്സിന് ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുമാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നിന് തന്നെ പല രീതിയിൽ നമുക്ക് പറയാം. ആൽഫ ആൾജിബ്രായിക് ആണ് ഓവർ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 1 പോളിനോമിയൽ എന്തായാലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല there is an irreducible polynomial, എന്തായാലും നിർബന്ധമായിട്ടും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ട്. അപ്പോ ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ പോളിനോമിയലേ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പോളിനോമിയൽ വിൽ ബി അവർ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അതല്ല ഒന്നിൽ കൂടുതൽ പോളിനോമിയൽസിനെ ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ all those polynomials will be a multiple of this irreducible polynomial p of x, and this p of x is of degree greater than or equal to 1 and it is uniquely determined up to a constant factor. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. So we are supposing that phi alpha is the evaluation homomorphism from f of x to e. അപ്പോൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ്. So phi alpha of f of x is equal to f of alpha. Then curl phi alpha is an ideal and it must be the principal ideal generated by some p of x in capital F of x. അപ്പൊ എന്താണ് curl phi alpha എന്ന് പറയുന്നത്? curl phi alpha is an ideal. അത് നമുക്കറിയാം curl phi alpha എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഐഡിയൽ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം പഠിക്കുന്ന അവിടെ പഠിച്ചിട്ടുള്ളതാണ്. സോ കേൾ ഫൈ ആൽഫ എന്ന് പറയുന്നത് ഇസ് ആൻ ഐഡിയൽ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ സം പി ഓഫ് എക്സ്. അപ്പോ ഈ പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ തിയറം 27 പോയിന്റ് ഏതിലാണ് പറഞ്ഞത്? എഫ് ഫീൽഡ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലത്തെ എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആണെന്ന് പറഞ്ഞു. കേൾ ഫൈ ആൽഫ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലത്തെ ഒരു ഐഡിയൽ ആയിട്ടാണ് വരിക. therefore that is a principal ideal. പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വേണം ബൈ 27.25. അപ്പൊ 27.24 തിയറവും 27.25 തിയറവും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? കേൾ ഫൈ ആൽഫ ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ in capital F of x by 27.24, and since this is a principal ideal, this must be generated by some irreducible polynomial p of x in capital F of x by theorem 27.25. Okay, അപ്പൊ നമുക്ക് എന്ത് പറയാം? this curl phi, now ideal generated by p of x എന്ന് പറയുന്നത് will consist precisely of those elements of capital F of x having alpha as a 0. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു ഐഡിയൽ ആണ്. കേൾ ഫൈ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ദാറ്റ് മീൻസ് സീറോയിലേക്ക് മാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന എലമെന്റ്സുകളാണ് കേൾ ഫൈ ആൽഫയിൽ വരിക.
അപ്പൊ ആക്ച്വലി അവിടെ എന്താ ഉണ്ടാവുന്നത്? ആൽഫ 0 ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആയിരിക്കും ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഐഡിയൽ വിച്ച് ഇസ് ഈക്വൽ ടു കേൾ ഫൈ ആൽഫ. കാരണം ദിസ് കേൾ ഫൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്ന് പറഞ്ഞു. കേൾ ഫൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ദ എലമെന്റ്സ് വിച്ച് ആർ മാപ്ഡ് ടു 0. അപ്പോ എഫ് ഓഫ് ആക്ച്വലി ഫൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. അപ്പോ കേൾ ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ഇമേജസുകൾ, പ്രീ ഇമേജസിന്റെ കളക്ഷൻ ആണ്. 0ലേക്ക് മാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ആൽഫ 0 ആയിട്ട് വരുന്ന എഫുകളുടെ കളക്ഷൻ ആണ് കേൾ ഫൈ ആൽഫയിൽ. ഈ കേൾ ഫൈ ആൽഫയാണ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അപ്പോ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിൽ ബി ദ എലമെന്റ്സ് ഹാവിംഗ് ആൽഫ ആസ് എ 0. കാരണം കേൾ ഫൈ ആൽഫ തന്നെ ജനറേറ്റ് ചെയ്യുന്നത് പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് 0 എന്ന് പറയുന്നത് പി ഓഫ് എക്സിനും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ആ 0 എലമെന്റ് ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ഇവിടെ വരുന്നുണ്ട്. സോ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിൽ ബി ദ എലമെന്റ്സ് വിത്ത് ഹാവിംഗ് 0 ആസ് എ പോളിനോമിയൽ. ഒരു 8 മിനിറ്റ് കേട്ടോ, നിങ്ങൾ അതൊന്നൊന്ന് വായിച്ചു നോക്കൂ. ഇപ്പൊ വരാം. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് ആൽഫ 0 ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. If an alpha of ideal generated by p of x is of the form എന്തായാലും എന്താ p of x ന് മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ദാറ്റ് h of x is equal to g of x into p of x. അപ്പോ ആൽഫ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ സേ h of alpha is equal to g of alpha into p of alpha is equal to 0 since p of alpha 0 ആയതുകൊണ്ട്. ഓക്കെ, that is h of x has alpha as a 0. ഇനി if h of x is in capital F of x such that h of alpha is equal to 0, then h of x belongs to curl phi alpha. അല്ലേ? നമുക്ക് എന്ത് വന്നു? ഇതിലത്തെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h of x എന്നുള്ള ഫോമിലാണ് which is a multiple of p of x. Since p of alpha is equal to 0, h of alpha 0 ആയിരിക്കും. That is alpha is a 0 of h of x also. അപ്പോ curl phi of alpha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആയിട്ട്, that means those functions which are mapped to 0 under this mapping phi alpha. അപ്പൊ ഇവിടെ എന്താണ്? എച്ച് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഫൈ ആൽഫ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സിനെ 0ലേക്ക് കൊണ്ടുപോകും. Therefore h of x is contained in curl phi alpha. അപ്പോ ഈ ഐഡിയലത്തെ ഏതൊരു ആർബിട്രറി എലമെന്റ് എടുത്തു കഴിഞ്ഞാലും that is contained inside curl alpha എന്ന് കിട്ടി. Therefore curl phi alpha is equal to ideal generated by p of x. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു this must be generated by some p of x, that is curl phi alpha is contained inside ideal generated by p of x എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൽ നിന്ന് ആർബിട്രറി എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് കേൾ ആൽഫയിൽ ഉണ്ട്. ദാറ്റ് ഇസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ കേൾ ഫൈ ആൽഫ. സോ ഫ്രം ദോസ് ടു കണ്ടീഷൻസ് വി ക്യാൻ സേ കേൾ ഫൈ ആൽഫ ഇസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നുള്ളത് പറയാം. So if f of alpha is equal to 0 for some f of x in capital F of x, which is a non-zero polynomial, then that f of x is contained inside ideal generated by p of x. കാരണം കേൾ phi alpha is equal to ideal generated by p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ 0 ആയിട്ട് വരുന്ന എല്ലാ എലമെന്റ്സും കേൾ phi alpha ഉണ്ട്, which is equal to ideal generated by p of x. That is, this f of x is contained inside this ideal. ഇതിലത്തെ എല്ലാ എലമെന്റ്സും മൾട്ടിപ്പിൾസ് ഓഫ് p of x ആണ്. Therefore p of x divides f of x. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണിച്ചു. എന്തായിട്ട് എടുത്തിട്ടാണ് നമ്മൾ കാണിച്ചത്?
നമ്മൾ എന്ത് പറഞ്ഞു? ഇങ്ങനത്തെ ഒരു irreducible polynomial ഉണ്ട് such that it divides f of x where f of alpha is a 0 of the corresponding f of x. ഇനി നമുക്ക് എന്ത് പറയണം? മിനിമൽ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നും അപ് ടു യുണീക് ഐസോമോർഫിസം അപ് ടു കോൺസ്റ്റന്റ് വരെ നമുക്ക് അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് യുണീക്ക് ആണെന്നും പറയണം. അപ്പൊ നമ്മൾ പി ഓഫ് എക്സ് എഫ് ഓഫ് എക്സുകൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും വേർ എഫ് ഓഫ് ആൽഫാസ് ആർ 0. അത് നമ്മൾ കാണിച്ചു. ഇനി thus p of x is a polynomial of minimal degree greater than or equal to 1. അപ്പോ അത് വേറൊരു പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ദാറ്റ് മസ്റ്റ് ബി എ പോളിനോമിയൽ ഇൻ എക്സ് ആയിരിക്കണം വിത്ത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എന്താണ്? ദിസ് ഇസ് എ പോളിനോമിയൽ ഓഫ് മിനിമൽ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഹാവിംഗ് ആൽഫ ആസ് എ 0. അത് പി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. അവിടെ നിന്ന് ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് മിനിമൽ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയാം. ഇനി and any other such polynomial of the same degree as p of x must be of the form. ഇനി വേറെ ഏതെങ്കിലും ഒരു പോളിനോമിയൽ ഉണ്ട് എന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഏതാ? പി ഓഫ് എക്സിന്റെ സെയിം ഡിഗ്രി ആണ് എങ്കിൽ then that must be of the form a into p of x for some a belongs to capital F. അപ്പൊ ആൽഫ 0 ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും പോളിനോമിയൽ പി ഓഫ് എക്സിന്റെ സെയിം ഡിഗ്രി ഉണ്ട് എങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഓഫ് ദ ഫോം എ ഇൻറ്റു പി ഓഫ് എക്സ് ആയിരിക്കണം. കാരണം എന്താണ്? ആ പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോളിനോമിയൽ സം സെറ്റ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. സെറ്റ് ഓഫ് ആൽഫ 0 ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള പോളിനോമിയൽ ആണ്. എഗെയിൻ നമുക്കറിയാം സെറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. പക്ഷെ സെറ്റ് ഓഫ് എക്സിന്റെയും പി ഓഫ് എക്സിന്റെയും ഡിഗ്രി സെയിം ആണ് എങ്കിൽ പിന്നെ പി ഓഫ് എക്സ് സെറ്റ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായി പറ്റുള്ളൂ? ദാറ്റ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ് ആയേ പറ്റുള്ളൂ. therefore any other such polynomial of same degree ഉണ്ടെങ്കിൽ then that must be of the form a into p of x. ഇനി എന്താ കാണിക്കണ്ടേ? നമുക്ക് പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെന്നും കൂടി കാണിക്കാനുണ്ട്. അപ്പോ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ നമ്മൾ പി ഓഫ് എക്സ് തൽക്കാലം റെഡ്യൂസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ആർ ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് എക്സ് വേർ ബോത്ത് ദീസ് പോളിനോമിയൽസ് ആർ ഓഫ് ലോവർ ഡിഗ്രി. ദെൻ പി ഓഫ് ആൽഫ 0 ആയതുകൊണ്ട് ആർ ഓഫ് ആൽഫ ഇൻറ്റു എസ് ഓഫ് ആൽഫ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐദർ ആർ ഓഫ് ആൽഫ 0 ആയിരിക്കണം അല്ലെങ്കിൽ എസ് ഓഫ് ആൽഫ 0 ആയിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? ആൽഫ ഇ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഫീൽഡ് എന്നാണ് നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത്. ഈ ഒരു ഫീൽഡാണ്, സോ അതിന് 0 ഡിവൈസസ് ഇല്ല. അപ്പൊ രണ്ട് നോൺ സീറോ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് 0 ആവാൻ പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ ആർ ഓഫ് ആൽഫ അല്ലെങ്കിൽ എസ് ഓഫ് ആൽഫ 0 ആയേ പറ്റുള്ളൂ. ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് പി ഓഫ് എക്സ് ദ മിനിമൽ ഡിഗ്രി greater than or equal to 1 such that p of alpha is equal to 0. നമ്മൾ p of x എന്തായിട്ട് കൺസിഡർ ചെയ്ത്? ദാറ്റ് ഇസ് ദ മിനിമൽ ഡിഗ്രി പോളിനോമിയൽ സാറ്റിസ്ഫൈഡ് ബൈ ആൽഫ. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കിട്ടും? ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്ന പി ഓഫ് എക്സിനെക്കാട്ടിലും ചെറിയ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ നമുക്ക് ഇവിടെ കിട്ടും, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. therefore എന്തായേ പറ്റുള്ളൂ? this p of alpha must be irreducible. അപ്പൊ ഇങ്ങനെ റെഡ്യൂസിബിൾ എന്ന് സപ്പോസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കോൺട്രഡിക്ഷൻ വന്നത്. therefore p of x is irreducible. അപ്പൊ നമുക്കിപ്പോ എന്തായിട്ട് വന്നു? p of x irreducible with minimal degree having uniquely up to isomorphism having alpha 0. ക്ലിയർ ആണോ? അപ്പൊ വേറെ ഏത് ആൽഫ 0 ആയിട്ട് വരുന്ന പോളിനോമിയലും ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ഓഫ് എക്സ് നമ്മളിപ്പോ കാണിച്ചു. ക്ലിയർ ആണോ അത്? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആ റിമാർക്ക് കൂടി നോക്കാം. ബൈ മൾട്ടിപ്ലൈയിങ് എ suitable constant in capital F, by multiplying a suitable constant in capital F, we can assume that the coefficient of the highest power of x appearing p of x of the above theorem is 1. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പോളിനോമിയലിന്റെ എന്താ പറയാ, ലീഡിങ് കോയിഫിഷ്യന്റ് 1 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ കറസ്പോണ്ടിങ് കോൺസ്റ്റന്റ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. പോളിനോമിയൽസിന്റെ കോയിഫിഷ്യൻസ് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? ക്യാപിറ്റൽ എഫിൽ നിന്നാണ് വരുന്നത്. സോ ദേ ആർ കോൺസ്റ്റന്റ്സ്. അപ്പൊ എ ഇൻറ്റു
എക്സ് റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ ആ ഹോൾ പോളിനോമിയലിനെ എ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, എക്സ് റേസ് ടു എന്ന് പറയുന്ന ലീഡിംഗ് ടേമിന്റെ കോയിഫിഷ്യന്റ് 1 ആയിട്ട് മാറും. സോ ലീഡിംഗ് കോയിഫിഷ്യന്റ് 1 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ സച്ച് പോളിനോമിയൽ ഹാവിംഗ് 1 ആസ് ദ കോയിഫിഷ്യന്റ് ഓഫ് ദ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് അപ്പിയറിംഗ് ആസ് എ മോണിക് പോളിനോമിയൽ. അപ്പോ ലീഡിംഗ് കോയിഫിഷ്യന്റ് 1 ആയിട്ട് വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ മോണിക് പോളിനോമിയൽസ് എന്ന് പറയുക. ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹയസ്റ്റ് പവർ വരുന്ന എക്സിന്റെ കോയിഫിഷ്യന്റിനെയാണ് നമ്മൾ ലീഡിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുക. ലീഡിംഗ് കോയിഫിഷ്യന്റ് ആയിട്ട് 1 ആയിട്ട് വരുന്ന പോളിനോമിയൽസിനെ നമുക്ക് എന്താണെന്ന് പറയാം, മോണിക് പോളിനോമിയൽസ് ആണെന്ന് പറയാം. അതേമാതിരി ഇപ്പൊ ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെ നമുക്ക് മോണിക് പോളിനോമിയൽ ആക്കിയിട്ട് മാറ്റാനും പറ്റും. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള ഏതൊരു പോളിനോമിയലും നമുക്ക് മോണിക് പോളിനോമിയൽ ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ചെയ്യാനല്ല, മോണിക് പോളിനോമിയലിന്റെ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താ എന്നുള്ളതിന് ഡെഫിനിഷൻ ആണ് അടുത്തത്. അത് ഈ തിയറത്തിൽ നിന്നാണ് വരുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് തന്നെയാണ്. അതിനെക്കാട്ടിലും ചെറിയ ഡിഗ്രി വരുന്ന രണ്ട് പോളിനോമിയൽസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റരുത്, അത്രേ ഉള്ളൂ. ഇനി അതിന്റെ ഇറഡ്യൂസിബിൾ നമ്പറും അതൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. അപ്പോ നമുക്ക് ഇനി ക്ലാസ് തിങ്കളാഴ്ചയുള്ളൂ. അപ്പൊ അതിനു മുൻപേ ഇതുവരെ എടുത്തിട്ടുള്ളത്, ഇന്ന് വരെ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണോ അത് എല്ലാവരും പിയർ ഗ്രൂപ്പ് ടീച്ചിങ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഇപ്പൊ ഡൗട്ട്സ് ആർക്കും ഇല്ലെങ്കിൽ പോലും അത് ഒരു 10 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ എക്സ്ട്രാ പോയിന്റ്സ് ചിലപ്പോൾ വല്ലതിലേക്കും ആഡ് ചെയ്യാനുണ്ട്, ഇങ്ങനെയും കൂടി നമുക്ക് തന്നെ ആലോചിക്കാം അങ്ങനെ എന്ന് പറയുന്ന വല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും.